ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വീഡിയോ ടൈം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 31 ഡേയ്സ് ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മാസം ഫുള്ള് നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമുക്കൊരിക്കലും ഇപ്പം ചെയ്യാൻ പറ്റില്ല. ഞാൻ പിൻട്രസ്റ്റിൽ ഇതുപോലൊരു സംഭവം കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. എനിവേസ് നമ്മുടെ +1 എക്സാംസ് ഒക്കെ കടന്ന്, +1 മാത്രമല്ല 10th എല്ലാത്തിൻ്റെയും എക്സാംസ് കടന്നു വരികയാണ്, ക്രിസ്മസ് എക്സാം. അപ്പം ഇതിനിടയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫിക്കൾട്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് ചലഞ്ചസൊക്കെ നോക്കിയ സമയത്ത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, നമ്മുടെ റുട്ടീനിൽ കൊണ്ടുവരേണ്ട കുറേ കാര്യങ്ങളാണ് ആ ഒരു ചലഞ്ചിലുള്ളത്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചലഞ്ചിൻ്റെ പേരെന്ന് പറയുന്നത് ഡിസിപ്ലിൻ ചലഞ്ചാണ്. നമ്മുടെ ഈ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ഹാബിറ്റുകളാണ്. ഈ കുഞ്ഞു ഹാബിറ്റുകൾ വലിയ ഡിസിപ്ലിന് തുല്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്മോൾ ഹാബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു ബിഗ് ഡിസിപ്ലിനേക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു കുഞ്ഞു ഹാബിറ്റുകളാണ് ഇതൊക്കെ. അപ്പം Day 1 മുതൽ Day 30 വരെയുള്ള ഡിസിപ്ലിൻ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വായിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ Day 1 Day 2 ആണ് വായിച്ചുള്ളൂ, ബാക്കിയൊന്നും ഞാൻ വായിച്ചില്ല. അപ്പോൾ എത്രത്തോളം കുഞ്ഞതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, നോക്കാം. ഫസ്റ്റ് ഡേ വളരെ എളുപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നോക്കാം. വേക്കപ്പ് 15 minutes ഏർലിയർ ദാൻ യൂഷ്വൽ. നമ്മൾ എണീക്കുന്ന നോർമൽ ടൈം എത്രയാണോ അതിനേക്കാൾ ഒരു 15 മിനിറ്റ് മുമ്പ് എണീക്കാൻ ശ്രമിക്കുക. അതാണ്. ഞാൻ 6 മണിക്കാണ് എണീക്കുന്നത്. പിന്നെ 15 മിനിറ്റ് മുമ്പ് എന്ന് പറയുമ്പോൾ 5:45 ഒക്കെ ആകുമ്പോഴത്തേക്കും എണീക്കുക എന്നുള്ളതാണ്. 5 മിനിറ്റ് കിട്ടിയാൽ ഉറങ്ങാൻ, 5 മിനിറ്റ് കൂടി ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി 5 മിനിറ്റ് ഉണ്ടല്ലോ ഉറങ്ങാലോ എന്ന് വിചാരിക്കുന്ന എനിക്ക് 15 മിനിറ്റ് മുമ്പ് എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണോ ചോദിച്ചാൽ മേ ബി ആയിരിക്കാം, നോക്കാമല്ലോ. ഈ ഒരു ചലഞ്ചിൻ്റെ ഭാഗമായിട്ടെങ്കിലും 15 മിനിറ്റ് മുമ്പ് എണീക്കാൻ പറ്റിയാൽ സന്തോഷം. Day 2 എന്ന് പറയുന്നത് മേക്ക് യുവർ ബെഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ്. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ബെഡ് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. Day 3 ഡ്രിങ്ക് എ ഫുൾ ഗ്ലാസ് ഓഫ് വാട്ടർ അപ്പോൺ വേക്കിംഗ്. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ മസ്റ്റായിട്ടും കുടിക്കാം. പിന്നെ Day 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഗോൾസ്, ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള 3 ഗോൾസ് നമ്മൾ എഴുതി വയ്ക്കുക. അപ്പം ഇന്നിപ്പം തേഴ്സ്ഡേ ആണ്. ഇപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം നേരത്തെ. Day 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർക്ക് സ്പേസ് ഇപ്പം നമുക്കില്ല, സ്റ്റഡി സ്പേസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ സ്റ്റഡി സ്പേസിൽ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി എന്ത് ചെയ്തും സ്പെൻഡ് ചെയ്യാം എന്നുള്ളതായിരിക്കാം മേ ബി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിച്ചുകൊണ്ട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ജേർണലിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അതാണ് Day 5 വരെയുള്ള ചലഞ്ചുകൾ. Day 6 വരുമ്പോഴത്തേക്കും ഡു എ 5 minute സ്ട്രെച്ച് ഓർ യോഗ സെഷൻ. ഒരു യോഗ സെഷനോ ഒരു 5 minute സ്ട്രെച്ചോ അങ്ങനെ എന്തെങ്കിലും സംതിങ് നമ്മൾ ചെയ്യാം. Day 6 എക്സസൈസ് ആകാം, അത്രയ്ക്ക് കുറച്ചും കൂടി ലെവൽ കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാം. Day 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ എന്തിലാണോ വീക്കായിട്ടുള്ളത് അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാം. നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തിട്ടും കിട്ടാത്ത കാര്യങ്ങൾ, അതിലൊക്കെ എന്തുകൊണ്ടാണ് അതിൽ നമുക്ക് കിട്ടാത്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതാം. അതുപോലെ തന്നെ നമ്മുടെ വീക്ക് സൈഡ്, നമുക്ക് കുറവ് പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ കുറവുകൾ നമുക്ക് തന്നെ അറിയുള്ളൂ. അതൊക്കെ എന്താണെന്ന് അതെഴുതാം. Day 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓഫ് ഓൾ നോട്ടിഫിക്കേഷൻ ഫോർ 1 hour. 1 മണിക്കൂറത്തേക്ക് നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഫുൾ ഓഫ് ചെയ്യാം. ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കാം ഫുൾ. ദെൻ Day 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇത് എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ട് പലർക്കും എന്നുള്ളത് അറിയില്ല. പോമഡോറോ ടെക്നിക്ക്. ഇത് 25 minutes ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5 minute നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്.
ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചലഞ്ചിൻ്റെ പൊമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. ഈ പൊമഡോറോ ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡേ 9 എന്ന് പറയുന്ന ചലഞ്ച്. ഇത് മേ ബി നമ്മളിപ്പോൾ പഠിക്കുന്നത് മിക്കവാറും എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പൊമഡോറോ ടെക്നിക്ക് ഒരിക്കലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. കാരണം ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ മിനിറ്റുകളാണ്. അപ്പോൾ അത്രയും മിനിറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ ഈ പൊമഡോറോ ടെക്നിക്കൊന്നും ചെയ്യരുത്. കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക്. ഓക്കെ, ദെൻ ഡേ 10 എന്ന് പറഞ്ഞാൽ പ്ലാൻ യു മീൽസ് ഫോർ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എല്ലാം നമ്മൾ എന്ത് ചെയ്ത് വെക്കാം, പ്ലാൻ ചെയ്ത് വെക്കാം. ഡേ 11 എന്ന് പറഞ്ഞാൽ ജേർണൽ അബൌട്ട് വാട്ട് ഡിസിപ്ലിൻ മീൻസ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താണോ ഡിസിപ്ലിൻ എന്ന് കരുതുന്നത് അത് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ജേർണൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഡേ 12 എന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാണ്ടിരിക്കുക. ഡേ 13 ടേക്ക് എ 15-minute walk without any distractions. ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു 15 മിനിറ്റ് നടക്കുക. ദെൻ ഡേ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യും. ഡേ 15 ചലഞ്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് 1 ടാസ്ക് യു ഹാവ് ബീൻ പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ഓൺ. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവുന്ന ജോലി എന്തെങ്കിലും കാണൂലേ, ഇവൻ പഠിക്കുന്നത് തന്നെ ആയിരിക്കാം. അപ്പോൾ ആ ജോലി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാത്ത കേൾക്കുക. ഈ പറഞ്ഞാൽ പഠിക്കുന്നത് മാത്രമാക്കാണ്ട് നോട്ടൊക്കെ എഴുതാനുള്ളത് കാണില്ലേ, അതൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. ഡേ 16 എന്ന് പറഞ്ഞാൽ സീ നോട്ട് ടു സംതിങ് ദാറ്റ് ഡസൻറ്റ് അലൈൻ വിത്ത് യുവർ ഗോൾസ്. നമ്മുടെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യാത്ത എന്തുണ്ടോ അതിന് നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. നമ്മുടെ ഗോൾസിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോ പറയാൻ പഠിക്കുക. ഡേ 17 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ 1 ബാഡ് ഹാബിറ്റ് ആൻഡ് കമ്മിറ്റ് ടു അവോയ്ഡിങ് ഇറ്റ് ഫോർ ദ ഡേ. നമ്മുടെ ഒരു ബാഡ് ഹാബിറ്റ് എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് ഒരു ദിവസത്തേക്ക് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ബാഡ് ഹാബിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊന്നും ശ്രമിക്കുക എന്നുള്ളതല്ല, ചെയ്യുക. ഇതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. എത്രത്തോളം ഇത് വിജയകരമാകും എന്നുള്ളത് എനിക്കറിയത്തില്ല, നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഡേ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈമർ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്ത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് 30 മിനിറ്റ് ഡീപ്പ് ഫോക്കസ്. 30 എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് നമ്മൾ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യുക. ഒരു കാര്യത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക. 30 മിനിറ്റ്സ് തന്നെ ഫോക്കസ് ചെയ്യണം. ഡേ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്, ഒരു 5 ഐറ്റംസ് എങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 5 ഐറ്റംസ് എങ്കിലും നമ്മൾ എഴുതണം. അതാണ് ഡേ 19 ചലഞ്ച്. ഡേ 20 എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ടിവിറ്റി ടൂൾ ഓർ ആപ്പ്, സംതിങ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡയറി, ജേർണലിങ് ചെയ്യുന്ന സംഭവം. ഇതൊക്കെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ പ്ലാനർ. അപ്പോൾ പ്രൊഡക്ടിവിറ്റിക്ക് നമ്മളെ സഹായിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ടൂളോ ആപ്പോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഡേ 21 ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കുണ്ടായ ഒരു മിസ്റ്റേക്ക്, അതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം എന്താണ് അതൊന്ന് എഴുതി വയ്ക്കുക. ഡേ 22 ഒരു ഈവനിങ് ഓർ മോർണിംഗ് റുട്ടീൻ നമ്മൾ ഒന്നുണ്ടാക്കുക. നമുക്ക് നമ്മുടെ ലൈഫിലുള്ള മോർണിംഗ് റുട്ടീൻ, നമ്മുടെ ലൈഫിലുള്ള ഈവനിങ് റുട്ടീൻ, മോർണിംഗ് ഓർ ഈവനിങ് ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് നമ്മൾ മേക്ക് ചെയ്യുക. ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുത്താൽ മതി. ഡേ 23 ഒരു മീല് പ്രിപ്പയർ ചെയ്യാം. ഉച്ചക്കത്തെ ഫുഡ് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഡിന്നർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ചലഞ്ച്. ഡേ 24 ഡു 1 ആക്ട് ഓഫ് കൈൻഡ്നെസ് ഫോർ സമ്മൺ. അറിയാമല്ലോ. ഡേ 25 ലിമിറ്റ് യുവർ സ്ക്രീൻ ടൈം ടു 2 hours ടുഡേ. ഒരു ദിവസം 2 അവർ മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ സ്ക്രീൻ ടൈം ആക്കുക. ഡേ 26 നമ്മുടെ മന്ത്ലി ഗോൾസ് നമ്മൾ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക, അതിൻ്റെ പ്രോഗ്രസ് ഉണ്ടോ നോക്കുക.
ഡേ 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഡൗൺ വൺ ലോങ് ടേം ഗോൾ ആൻഡ് മാപ്പ് ഔട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ലോങ് ടൈം ആയിട്ടുള്ളൊരു ഗോൾ എന്തെങ്കിലും കാണുമല്ലോ. നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് തന്നെ ആയിരിക്കുമല്ലോ ഈ ലോങ് ടൈം ഗോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലോങ് ടൈം ഗോളിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണോ അതൊന്ന് നോട്ട് ചെയ്യാം. എന്തായാലും നമ്മൾ മാപ്പ് ഔട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മാപ്പ് ചെയ്യുക തന്നെ ഉദ്ദേശിക്കുന്നത്. ഡേ 28 എന്ന് പറയുന്നത് ഒരു അൺഹെൽത്തി സ്നാക്ക് അതിന് പകരം ഒരു ഹെൽത്തി സ്നാക്കാക്കി മാറ്റാനല്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും അൺഹെൽത്തി സ്നാക്കാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് അതൊരു ഹെൽത്തി സ്നാക്കിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മളത് ഹെൽത്തി സ്നാക്ക് എന്തെങ്കിലും ആ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ്. ഡേ 29 സ്പെൻഡ് 30 minutes റീഡിങ് ഓർ ലേണിങ് സംതിങ്. നല്ലൊരു ഹാബിറ്റാണ്. ഒരു 30 minutes നമ്മൾ എന്ത് ചെയ്യുക, റീഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയൊരു ഹാബിറ്റോ അങ്ങനെ സംതിങ് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ മാറ്റി വയ്ക്കുക. ഡേ 30 സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ്. നമ്മൾ ഇത്രയും നാളും അത് 29 days നമ്മൾ ചെയ്ത ചാലഞ്ചിന് ഒരു പ്രോഗ്രസ് ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ്സിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇത്രയും ദിവസം നമ്മൾ ഡിസിപ്ലിനായി ചെയ്യാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്തത് ഓർത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. അതാണ് ഡേ 30 വരെയുള്ള ചാലഞ്ചസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാലഞ്ചസ്. ഇത് എത്രത്തോളം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. എത്രത്തോളം ഇത് വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിവേസ് നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ മേ ബി അത് ഒരുമിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇട്ടുണ്ടാവുക. ചിലപ്പോൾ 5 days 6 days 10 days അങ്ങനെയൊക്കെ ഒരുമിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ഡേ ഒരുമിച്ചായിരിക്കും. കാര്യം ഇത് കുഞ്ഞു കുഞ്ഞു ചാലഞ്ചസ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഫുൾ ഡേ കൊണ്ടുപോകാൻ പറ്റുന്ന ചാലഞ്ചസ് ഉണ്ട് ഇതിൽ. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് മാറ്റാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ഒരുമിച്ചിട്ടിടാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് വലിയ രീതിയിലുള്ള ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലേ, ഒരു 1 day ചെയ്യാൻ പറ്റുന്ന ചലഞ്ചല്ല. സോ നോക്കാം. അതിൽ ഒരുപാട് സ്റ്റഡി ബേസിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. ഇതൊട്ട് നമുക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ എത്രത്തോളം ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാമല്ലോ നമുക്ക് എത്രത്തോളം ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത്. തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണ്, നാളെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. നമുക്ക് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. മൺഡേ മുതൽ നമ്മൾ ഫ്രഷായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കാം. പക്ഷെ എന്തോ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്രഷ്നെസ്സോട് നമുക്ക് പ്രത്യേകിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ചലഞ്ചിനെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ അത് ഭംഗിയായിട്ട് എന്തായാലും നടന്നിട്ടുണ്ട്. ഈ ചലഞ്ച് ഇതുപോലെ ഭംഗിയായി നടന്നാൽ മതിയായിരുന്നു. ഈ 30 days ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ചെയ്യുക. ഡേ ബൈ ഡേ നമുക്ക് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും. തിങ്കളെന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 24 തീയതിയാണ് തിങ്കളാഴ്ച വരുന്നത്. ഈ ദിവസം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. 24 തീയതി മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. എനിവേസ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അടുത്തുള്ള വീഡിയോ വരുന്നവരേക്കും ബൈ.